ജെൽ ഇലക്ട്രോഫോറസിസ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. RNA DNA പോലുള്ള ജനറ്റിക് മെറ്റീരിയലുകളില്ലേ, അവരുടെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവർ നമ്മൾ സൈബർ ഗ്രീൻ ETBR പോലെയുള്ള ഡൈകൾ യൂസ് ചെയ്തിട്ടാണ്, സ്റ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റുക. ഇപ്പോൾ ഇനി ഞാൻ എന്ന് പറയുന്നത് പ്ലാന്റിൽ റിസർച്ച് ചെയ്യുന്ന ഒരു സ്കോളറാണ്, ഒരു PhD സ്കോളറാണ്. അപ്പോൾ എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ DNA RNA നമ്മളിൽ എങ്ങനെയാണ് DNA RNA ഒക്കെ ഉള്ളത്, അതുപോലെ തന്നെ പ്ലാന്റ്സുകളിലും എന്തുണ്ട്, DNA RNAകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ കേസിലാണെങ്കിൽ ഈ ജനറ്റിക് മെറ്റീരിയലാണ് നമ്മൾക്ക് പാരൻസിൻ്റെ നിന്ന് കിട്ടുന്നു. നമുക്ക് പാരൻസിൻ്റെ നിന്ന് കിട്ടുന്ന ഈ ജനറ്റിക് മെറ്റീരിയൽ കാരണമാണ് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിനും അവരുടെ ക്യാരക്ടേഴ്സ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ കപ്പാസിറ്റീസൊക്കെ കൊടുക്കുന്നത് ഈ DNA RNA പോലുള്ള ജനറ്റിക് മെറ്റീരിയലുകളാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ശരീരം എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് ഓരോ ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന സെല്ല് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിലും. അപ്പോൾ ഈ സെല്ലിൻ്റെ അകത്താണ് ഈ DNA ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ സെല്ല് പൊട്ടിക്കണം. അപ്പം നമ്മളൊരു ചുറ്റും നോക്കുമ്പോൾ ഒരു മരം കാണുന്നു, അല്ലെങ്കിൽ ഒരു ചെടി കാണുന്നു, അതിൻ്റെ ഇല ഒന്ന് പറിക്കണം. ഇല പറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്നിട്ട് കുറേ കെമിക്കൽസൊക്കെ ഇടും. ഈ കെമിക്കൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിലുള്ള സെല്ല് പൊട്ടിച്ചിട്ട് ആ സെല്ലിൽ നിന്ന് DNAനൊക്കെ ഒരു പ്രശ്നവും പറ്റാതെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന DNA അല്ലെങ്കിൽ RNA വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫർദർ സ്റ്റഡി ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ നമ്മൾക്ക് ചെടികളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ടാവാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അടുത്ത വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓരോരോ എക്സ്പെരിമെൻറ്റ്സും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്.